ഓ മഹത്വത്തിൻ്റെ രാജാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നാഥാ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. Thank you, Jesus. We give you glory. Hallelujah, hallelujah. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ തിരുപാദപിടത്തെങ്കിൽ അടുത്തു വരുവാനും കർത്താവെ തിരുസന്നിധിയിലായിരിക്കാനും ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ, യാത്രകളിലെല്ലാം ദൈവിക സാന്നിധ്യം കൂടെയിരുന്നു. ഞങ്ങളെ അവിടെവിടങ്ങളായി പരിപാലിച്ചു, മാനിച്ചു. അവിടുത്തെ ദയയ്ക്കായി, കൃപയ്ക്കായി, വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് കർത്താവെ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് പറയട്ടെ, ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നിർത്തിയതാ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്തു കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം ചെയ്യുക നാഥ. ശേഷം കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ സന്നദ്ധയിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, നല്ല ഗാനങ്ങൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ സഹായിക്കുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് പകൽക്കാലം ഇടപെടുമാറാകണമേ. തിരുമേശയിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ കരം നീട്ടുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ഇതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഓരോ പ്രിയപ്പെട്ടവരെയും പേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലായിരിക്കുന്നത് ഏറെ അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഇതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു തരുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ മേൽപ്പിക്കുന്ന അവിടുത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകണമേ. മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം കരങ്ങളെ അടിച്ചു പാടി മഹത്വപ്പെടുത്താം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. ഈഹ ശക്തികൾ അഖിലവും ഭക്തനു വിപരീതം നീ അറിയുന്നേ. ഈഹ ശക്തികൾ അഖിലവും ഭക്തനു വിപരീതം നീ അറിയുന്നേ. ആമേൻ. താങ്ങുക കരത്തിൽ, കാക്കുക ബലത്തിൽ, സ്വർഗ സിയോൻ പുരി വരെയും. ഓ താങ്ങുക കരത്തിൽ, കാക്കുക ബലത്തിൽ, സ്വർഗ സിയോൻ പുരി വരെയും. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. പോർക്കളമുൻപിൽ പിന്മാറുകയോ, പാടി വാതിലിൽ ഞാൻ തളരുകയോ. പോർക്കളമുൻപിൽ പിന്മാറുകയോ, പാടി വാതിലിൽ ഞാൻ തളരുകയോ. ആമേൻ. ഒന്നു ഞാൻ ചെയ്യുന്നു, മുൻപിലേക്ക് ഓടുന്നു, വിരുന്നതാണ് ലക്ഷ്യം. ആമേൻ. ഒന്നു ഞാൻ ചെയ്യുന്നു, മുൻപിലേക്ക് ഓടുന്നു, വിരുന്നു താനൻ ലക്ഷ്യം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. അർപ്പണം ചെയ്യും താത്മനിയോഗത്താൽ അല്പമെനിക്കുള്ളതല്ല. അർപ്പണം ചെയ്യും താത്മനിയോഗത്താൽ അല്പമെനിക്കുള്ളതല്ല. ആമേൻ. ഉന്നതനേ തവ സേനയും ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. ആമേൻ. ഉന്നതനേ തവ സേന
ഒന്നു മതി എനിക്കുലകിൽ. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്വസ്തിർഹമേൽ തവ നാമം, സ്വസ്തിർഹമേൽ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ശക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, വിരുപുമാർകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, വിരുപുമാർകളിൽ വീണവരിൽ. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്വസ്തിർഹമേൽ തവ നാമം, സ്വസ്തിർഹമേൽ തവ നാമം. ഈഹ ശക്തികൾ അഖിലവും ഭക്തനു വിപരീതം നീ അറിയുന്നേ. ഈഹ ശക്തികൾ അഖിലവും ഭക്തനു വിപരീതം നീ അറിയുന്നേ. താങ്ങുക കരത്തിൽ, കാക്കുക ബലത്തിൽ, സ്വർഗസിയോൻ പുരി വരെയും. താങ്ങുക കരത്തിൽ, കാക്കുക ബലത്തിൽ, സ്വർഗസിയോൻ പുരി വരെയും. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്വസ്തിർഹമേൽ തവ നാമം, സ്വസ്തിർഹമേൽ തവ നാമം. പോർക്കളമുന്നിൽ പിന്മാറുകയോ, പടി വാതിലിൽ ഞാൻ തളരുകയോ. പോർക്കളമുന്നിൽ പിന്മാറുകയോ, പടി വാതിലിൽ ഞാൻ തളരുകയോ. ഒന്നു ഞാൻ ചെയ്യുന്നു, മുന്നിലേക്ക് ഓടുന്നു, തിരുതുന്നു താൻ ലക്ഷ്യം. അർപ്പണം ചെയ്യും താത്പര്യോഗത്താൽ അല്പമെനിക്കുള്ളതല്ല. അർപ്പണം ചെയ്യും താത്പര്യോഗത്താൽ അല്പമെനിക്കുള്ളതല്ല. അവനുന്നതരേ തവ സേവയും ജീവിതം, ഒന്നു മതി എനിക്കുലകിൽ. അവനുന്നതരേ തവ സേവയും ജീവിതം, ഒന്നു മതി എനിക്കുലകിൽ. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്വസ്തിർഹമേൽ തവ നാമം, സ്വസ്തിർഹമേൽ തവ നാമം. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്വസ്തിർഹമേൽ തവ നാമം, സ്വസ്തിർഹമേൽ തവ നാമം.
കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടച്ച് തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുക. ആത്മാവിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കേണ്ടതിന്. ആമേൻ, സ്തോത്രം. ദൈവശബ്ദം ഇന്ന് പകൽക്കാലവും കേട്ട് ബലം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണം. കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മധ്യയെ വളരെ ശക്തിയോടെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചല്ലോ. ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ മധ്യ എടുത്ത് ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുമേശ നമ്മുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുക. നമ്മെ കർത്താവ് നമുക്ക് പ്രാഗൽഭ്യം നൽകേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് തുറന്നുള്ള എല്ലാ ശുശ്രൂഷകളെല്ലാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യക്തിപരമായി അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും കർത്താവെ അടിയങ്ങളെ കൂട്ടി വരുത്തിയ അങ്ങയുടെ വൻ കൃപയ്ക്കായ അടിയങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നല്ല ഉപകാരങ്ങളെയും ഓർത്ത് കർത്താവെ അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും അടിയങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. കടന്നു വന്ന് ഓരോരുത്തരും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കർത്താവെ ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ പാട്ടുകൾ, പ്രാർത്ഥന, സങ്കീർത്തന ധ്യാനം, വചന ധ്യാനം എല്ലാം കർത്താവെ അങ്ങേക്ക് സുഗ്രാഹ്യമായി തീരുവാനും അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഭാരങ്ങളിലും പ്രയാസങ്ങളുമായിരിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ആശ്വാസകരം നീട്ടി അവരെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ അങ്ങയുടെ ആത്മശക്തിയാൽ നിറച്ച് കർത്താവെ അടിങ്ങൾക്ക് വേണ്ട നല്ല ഭോജനങ്ങൾ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിങ്ങളെ മുറ്റുമായി ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 116 സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അവസാനത്തെ 2 വാക്യങ്ങൾ 18, 19 വാക്യങ്ങൾ ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരയറ്റാം. സാംസ് നമ്പർ 116 സാംസ് 116 വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാം. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ചേർന്ന് പാടാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലം അപേക്ഷിക്കും. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സകല ജനവും കാണുക കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദാസനാകുന്നു, നിന്റെ ദാസയുടെ മകനും തന്നെ ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുക കഴിക്കും. യഹോവേ സ്തുതിപ്പേ. ഒരു നിമിഷം കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി സങ്കീർത്തനക്കാരനോട് ചേർന്ന്
അമേ കർത്താവിനെ സ്തുതിക്കാമല്ലോ. നമുക്ക് ഒരുമിച്ച് പറയാം, ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണെ കഴിയുക. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച അമേ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഇന്ന് പകൽക്കാലവും നിർത്തിയിരിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ ദയക്കായി അമേ ഹാലൽ ദുഷ്ടനായവൻ തകർത്ത് കളയുവാൻ ശ്രമിച്ച മണ്ഡലങ്ങളിൽ അവൻ തകർത്ത് കളയുമെന്ന് അവൻ വാദിച്ച മണ്ഡലങ്ങളിൽ ഇന്ന് പകലും എന്നെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയായതുകൊണ്ട്, അവിടുത്തെ വിശ്വസ്തതയായതുകൊണ്ട് സകല ജനവും കാണെ ഞാൻ എൻ്റെ കർത്താവിനെ നേർച്ചകളെ കഴിക്കും, എൻ്റെ യഹോവയെ സ്തുതിക്കുമെന്ന് ഇന്ന് പകൽക്കാലവും പറയുവാൻ ത്രാണിയുള്ള പ്രിയപ്പെട്ടവര് ഒരുമിച്ച് ചേർന്ന് ഒരല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളിൽ, മരണം നിഴൽ താഴ്വരയിൽ കൂടെ കടന്നുപോയ വേളകളെ ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചപ്പോൾ എന്നെ കരം പിടിച്ച താഴ്വരയിൽ നിന്ന് ഉയർത്തിയ എൻ്റെ കർത്താവ്, എന്നെ നിർത്തിയ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം വിശ്വസ്തനായി എന്നോട് കൂടെയുള്ളത് കൊണ്ട് അവൻ എനിക്കൊന്ന് പറയുവാനുള്ള എൻ്റെ കർത്താവിനെ നിർത്തിയത്. അവൻ ഇന്ന് പകൽക്കാലം അവൻ ഉറച്ച വിശ്വാസമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. അത് ശത്രുവിൻ്റെ അഗ്നിയാസ്ത്ര ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്ന് നമ്മെ സൂക്ഷിച്ചിടുന്ന അവ ലോകത്തിലെല്ലാം നഷ്ടമായാലോ, ലോകക്കാർ നിത്യം ദുഷിച്ചാലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവ് കൂടെയുള്ളത് കൊണ്ട്, ഞങ്ങളെ നടത്താമെന്ന് വാഗ്ദത്തം ചെയ്ത് ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്, ലോകത്തിൻ്റെ അവസാനം വരെയോ നമ്മെ യുഗത്തിൻ്റെ അവസാനം വരെയോ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞങ്ങൾക്ക് ബലമുണ്ട്. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ. ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, കാൽവരി കാൽവരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, കാൽവരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ,
ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ല ഇല്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ല ഇല്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ല ഇല്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ആമേ, ഹല്ലേലൂയ. ഒരു ഗാനം കൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ചു പാടുന്നു. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഭയം തെല്ലും വേണ്ട. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭൂഷണ തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭൂഷണായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് വന്നാൽ എനിക്കഭയം.
യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളത്. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളത്. സീയോൻ യാത്രയാതെ ഭയമൊന്നും വേണ്ടിയോ. സീയോൻ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടിയോ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവനാഥന്നവേ എന്റെ ക്ഷേമമായി പാലിക്കൂ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവനാഥന്നവേ എന്റെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നു കൂടെയുള്ളത്. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നു കൂടെയുള്ളത്. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അതുകൊണ്ടാണ് എനിക്കഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അതുകൊണ്ടാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. അവലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷന രോഗിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അവലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷന രോഗിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ഉറപ്പോടെ സീയോൻ യാത്രയതിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ.
അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നുവല്ലോ. പുനരുദ്ധാനത്തിന്റെ ശക്തി അവിടുന്ന് പകർന്നിരിക്കുന്നുവല്ലോ. അഭിഷേകം അനുഭവിച്ചറിയുവാൻ ജനത്തെ ഇടയാക്കുന്നുവല്ലോ. ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിന്റെ ധാരാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ ഇന്നും പകർക്കാലം അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരമരഘടകക്ഷമാരകന നിർജീവമായതിനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തി അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവപ്രവർത്തികളും ഞങ്ങളുടെ മധ്യ വെളിപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. അന്ധകാര മണ്ഡലങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah, hallelujah. Thank you, Jesus. We give you glory. Hallelujah. Hallelujah, hallelujah. ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒരല്പസമയം കൂടെ അവിടുത്തെ സന്നിധി ഞങ്ങളായിരിക്കും. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അവിടുത്തെ ദാസനെയും ഏൽപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിലുമായിരിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നതുപോലെ നമ്മുടെ ഉണർവ് യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാം ആമേൻ വളരെ പ്രാർത്ഥനയോടെ ക്ഷണിച്ച കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു, സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. വിശേഷാൽ കർത്താവിൻ്റെ ദാസനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, എൽഡേഴ്സ്, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ നമ്മുടെ മധ്യേ ഇവിടെയുള്ള സീനിയേഴ്സായിട്ടുള്ള നമ്മുടെ പ്രിയ ചായന്മാർക്ക് പരിചയമുണ്ട്. പ്രിയ തമ്പിച്ചായൻ നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. ദീർഘവർഷങ്ങൾ നമ്മുടെ സഭയിൽ ദൈവമക്കളോട് ഒരുമിച്ച് ആരാധിപ്പാനും വിവിധ തലങ്ങളിൽ കർത്താവിനെ സേവിപ്പാനും കർത്താവ് അവസരമൊരുക്കിയ പ്രിയ ചായൻ നമ്മുടെ മധ്യയായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ചായനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മധ്യ ഇന്ന് പുതിയതായിട്ട് കടന്നു വന്ന പ്രിയ ബ്ലസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മല്ലപ്പള്ളി സ്വദേശിയാണ്. ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ നമ്മുടെ യഹോവ കൃപയും നീതിയുമുള്ളവൻ. 5-ാമത്തെ വാക്യം, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. നമുക്കൊന്ന് ഒരുമിച്ച് പറയാമോ? ഞങ്ങളുടെ ദൈവം കൃപയും
നീതിയുമുള്ളവനാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഒന്ന് പറയണം, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. ആമേൻ. ആ വാക്ക് വിട്ടുകളയരുത്. നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കാനും കർത്താവിൻ്റെ മുൻപാകെ വിശ്വസ്തയോടെ ആയിരിക്കാനും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. തുറന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ പ്രാരംഭത്തിൽ അവർ പഠിച്ച മനപ്പാഠവാക്യം പറയും. ഓൾ ചിൽഡ്രൻ they will stand together and will recite the Bible verse. Joshua Vijoy will be leading the session. Praise the Lord. Philippians 4 verses 8 and 9. Finally, brothers and sisters, whatever is true, whatever is noble, whatever is right, whatever is pure, whatever is lovely, whatever is admirable, if anything is excellent or praiseworthy, think about such things. Whatever you have learned or heard, or received or heard from me, put it into practice, and the God of peace will be with you. Amen. Amen. Shout hallelujah 3 times. ആമേൻ, ആമേൻ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ നേർക്കൊന്ന് നീട്ടിയാട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ച വാക്യം ദൈവമേ പബ്ലിക്കായി പറയുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ആത്മാവിൻ്റെ നിയന്ത്രണവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. അവർ പഠിക്കുമ്പോഴും അവർ സ്കൂളുകളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവിടുത്തെ വലിയ സാന്നിധ്യം കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ആത്മാവിൽ ബലപ്പെട്ട് കൃപയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപ അവരുടെ മേൽ അധികമായി പകരപ്പെടണം. മാനും മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ സാക്ഷി പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ എഴുന്നേറ്റ്, നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അത് മനസ്സിലാക്കി വേഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാമല്ലോ. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. പ്രൈസ് ലോർഡ്. ദൈവത്തിനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കട്ടെ. പൽക്കാലം ദൈവത്തിന് സാക്ഷിയായി നിൽക്കുവാൻ തക്കണം ദൈവം ഒരുക്കിയായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും പരിപാലനം കൂടിയിരുന്നു ഞങ്ങളെ കുടുംബമായി. ഈ പഠന ദൈവം വഴി നടത്തിയ എല്ലാ വിധങ്ങൾക്കും അനുകൾക്കുമായി സ്തോത്രം. പിന്നെയും പ്രാവശ്യമുണ്ട് കുടുംബമായി ദേശത്തായിരിക്കുവാൻ ദൈവസഭയിലായിരിക്കാനൊക്കെ ഞങ്ങൾക്ക് ദൈവം അവസരങ്ങൾ തന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ആളുകൾ പ്രയാസങ്ങൾ ഭാരങ്ങളൊക്കെ വന്നപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന അവസരങ്ങൾ എങ്ങനെ നീങ്ങുമെന്ന് ചിന്തിച്ച സമയങ്ങളിലൊക്കെ ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവം അനുഭവിക്കുവാനും ദൈവം സഹായിച്ച എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമെങ്കിൽ വെക്കേഷനായി അടുത്ത ഫ്രൈഡേ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അടികളെ യാത്രയെ ഓർത്ത് ദൈവസഭയുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ മകൾ അവളുടെ എഡ്യൂക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഹയർ സ്റ്റഡീസിന് വേണ്ടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആളുകൾ ഈ ദൈവസഭയുടെ കൈത്താങ്ങൽ അവളുടെ വളർച്ചയെ വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേക എക്സാം സമയങ്ങളിലൊക്കെ ദൈവസഭയും കർത്താദാസനും കുടുംബമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് ലഭിക്കുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ദൈവസഭ സൺഡേ സ്കൂൾ അവളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ 13 വർഷക്കാലം ഇവിടെ സൺഡേ സ്കൂൾ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. യൂത്ത് ഫെലോഷിപ്പ്, ഇംഗ്ലീഷ് മീറ്റിംഗ്, അങ്ങനെ സഭയുടെ ഓരോ പ്രവർത്തനങ്ങളും വളർച്ചയിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് എവിടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹോസ്റ്റൽ ജീവിതത്തിലൊക്കെ ദൈവകൃപയും തനിയായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കണം ദൈവസഭയുടെ പ്രാർത്ഥനയും ഇടങ്ങളിലെ യാത്രയും വെക്കേഷൻ്റെയും ദൈവസ്ഥലിൽ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു.
Praise the Lord, and I thank God for giving me this wonderful opportunity to testify in His holy name. God was good to me, and He kept me safe and sound for the past 13 years, and He added one more year in my life. Please pray for me and my family. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ മാസം 18-ാം തീയതി എൻ്റെ മാതാവിൻ്റെ രോഗാവസ്ഥ അനുസരിച്ച് അടിയങ്ങൾ കുടുംബമായിട്ട് നാട്ടിൽ പോകാൻ തൊക്കണം ദൈവം സഹായിച്ചു. വെലിവേസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലായിരുന്നു. മാതാവിനെ ചെന്ന് കാണുവാനും മാതാവുമായിട്ട് സംസാരിക്കാനും ദൈവം വഴികളെ തുറന്നു. ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് ഡിസ്ചാർജായി ഭവനത്ത് വന്ന് കുറച്ച് നാൾ മാതാവുമായിട്ട് നിൽക്കുവാൻ തക്കോണം ദൈവം വഴികളെ തുറക്കും. എന്നാൽ ദൈവവിധം അങ്ങനല്ലായിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി പ്രിയ മാതാവ് ലോകത്തിൽ നിന്ന് വേർപാടിലേക്ക് പോവാൻ ദൈവം വഴികൾ തുറന്നു. എന്നാൽ ഞങ്ങൾക്ക് ചിന്തിച്ചതിനപ്പുറമായി ദൈവം എന്താണ് ഇങ്ങനെയെന്ന് നമുക്കറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ആ മാതാവിൻ്റെ എല്ലാ കാര്യത്തിനും വഴികളെ തുറന്നു. നല്ല കാലാവസ്ഥ ദൈവം അനുകൂലമാക്കി തന്നു. മാതാവ് നല്ല ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം ദൈവം വഴികളെ തുറന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരിച്ചൊന്നിച്ച് വരുവാൻ തക്കണം ദൈവം സഹായിച്ചു. ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവദാസനും കുടുംബവും സഭയും ഒന്നടങ്കമായി ഞങ്ങളുടെ മാതാവിൻ്റെ രോഗത്തിനോടനുബന്ധിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഹല്ലേലൂയ ഇങ്ങനെ ഒരുക്കി. എന്താ ദൈവത്തിൻ്റേതും ഇങ്ങനെയല്ലായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവജനങ്ങളും കർത്താവിൻ്റെ ദാസനും നന്ദിയെ കരയേറ്റുന്നു. ഞങ്ങളോടൊന്നിച്ച് ഞങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി കരയേറ്റിരിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. നമുക്ക് നമ്മുടെ പ്രിയ സാം ജോൺസൺ ചായം പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. സാം ജോൺസൺ ചായനെ കുടുംബമായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന ഫ്രൈഡേ പ്രിയപ്പെട്ടവർ വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് പോകുന്നു. യാത്രയിൽ ദൈവസാന്നിധ്യം ഇരിക്കണം. വിശേഷ പ്രിയായതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേൻ ഇവിടുത്തെ പഠനം പൂർത്തീകരിച്ച് ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോകുന്നുവല്ലോ. അമ്മേൻ അഡ്മിഷൻ്റെ വിഷയങ്ങളുണ്ട്. അവിടെ ചെന്ന് അവിടെ ഹോസ്റ്റലിലായിരിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപയും കൂടി ഇരിക്കേണ്ടതിന് പ്രിയ പൈതലിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അമ്മനെ ഈ പ്രിയപ്പെട്ടവരുടെ യാത്രയിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ജോഷുവ മോനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ 13 വർഷങ്ങൾ പൈതലിനെ കർത്താവ് നിലനിർത്തുവാനിടയായി. ദൈവം അത്ഭുതകരമായി നടത്തി പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും ആരോഗ്യവും ബലവും നൽകേണ്ടതിന്, പഠനത്തെയൊക്കെ മാനിക്കേണ്ടതിന്, ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ടതിന് അമ്മയെ പൈതലിനെ കുടുംബമായി പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ ജോസ് വർഗീസ്റ്റാനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമുക്കറിയാം മാതാവിൻ്റെ വേർപാടിൽ പ്രിയപ്പെട്ടവർ ദുഃഖത്തിലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അമ്മേൻ സ്തോത്രം അവിടുന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യാത്രകളിലൊക്കെ ദൈവ സാന്നിധ്യം ഇരുന്നു. അമ്മേ ഫ്യൂണറൽ സർവീസ് എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരും കർത്താവ് ഇടയാക്കിയല്ലോ. പ്രിയപ്പെട്ടവരെ ദൈവം വീണ്ടും ബലപ്പെടുത്തേണ്ടതിന് അമ്മേ സ്വർഗത്തിലെ സകല ആശ്വാസങ്ങളും വീണ്ടും ഹൃദയങ്ങളിൽ പകരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അമ്മയെ തുറന്നുള്ള വചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സുഖനായ ഞങ്ങളുടെ നല്ല പിതാവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ നാമത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളിതുവരെയും ദൈവത്തിൻ്റെ കൃപയും കരുണയും സഭയായി ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്നിനും യോഗ്യതയില്ലാതിരുന്നിടത്തും ദൈവം ഞങ്ങളെ യോഗ്യരാക്കി അവിടുത്തെ ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ, അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് നായകനായി ഞങ്ങളുടെ മുമ്പാകെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ആമേൻ വഴികാട്ടി നാളിതുവരെയും ദൈവം ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മരുഭൂമിയുടെ പ്രദേശത്ത് ദൈവം ഞങ്ങളെ നിർത്തുന്ന ആമേൻ അവിടുത്തെ വിധങ്ങൾക്കായും കരുണയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കേൾക്കപ്പെട്ട സാക്ഷ്യവാചനങ്ങളെ തിരുമുമ്പാകെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആമേൻ ഹല്ലേലൂയ. അവിടുന്ന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഹല്ലേലൂയ. വരും ദിവസങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ഫാമിലിക്കായി സ്തോത്രം. അവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ചന്തവും ഉചിതമായി ചെയ്ത് മടങ്ങി വരുവാൻ
കുടുംബത്തെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അയർനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമകൾക്ക് ഒരു അഡ്മിഷൻ ആവശ്യമായിട്ടുണ്ട് കർത്താവേ, ദൈവത്തിൻ്റെ കൃപ അവളോടുകൂടി ഇരിക്കുമാറാകണമേ. അവളുടെ വിദ്യാഭ്യാസ യോഗ്യത ആമേൻ ഹല്ലേലൂയ അനുസരിച്ച് നല്ലൊരു അഡ്മിഷൻ അവൾക്ക് ലഭിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കും മാതാപിതാക്കൾക്കും കൊള്ളാവുന്നൊരു കുഞ്ഞായി വളർന്നു വരുവാൻ അവളെ നീ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ. പുതുവർഷത്തിലേക്ക് ഹല്ലേലൂയ കടന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തുടർന്നും ദൈവത്തിൻ്റെ കൃപയും കരുണയും അവനോടുകൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അവന് താങ്ങായും തണലായും ഇരിക്കേണ്ടതിന് സഭയായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല വേർപാടിൻ്റെ ദുഃഖത്തിലായിരുന്ന ആമേ ഭവനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വേർപാടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ പ്രത്യാശ ആമേ നൽകിയ ആ കുടുംബത്തെ ദൈവം നടത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിറഞ്ഞ പ്രത്യാശയോടെ ഈ പകലും ആമേൻ ആലയത്തിൽ വന്ന ദൈവത്തെ സ്തുതിപ്പാനും പ്രിയപിതാവിന് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പുതുതായി ഞങ്ങളുടെ ബന്ധത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് അവരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരും ദിവസങ്ങളിൽ നടക്കുന്ന ആമേ ഹല്ലേലൂയ മീറ്റിങ്ങുകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ. ഞങ്ങൾക്ക് തന്നെ രൂപാന്തരം വരുത്തുന്ന, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണർവ് വരുന്ന ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുന്ന ആമേ ശുശ്രൂഷകളെ തുടർന്നുള്ള സമയങ്ങളിലും ദിവസങ്ങളിലും അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വന്നതുപോലെ മടങ്ങി പോകുവാനല്ല, ഒരു മനസ്താപത്തോടുകൂടെ ഒരു ഉണർവോടുകൂടെ മടങ്ങിപ്പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആൾ മാറിയവരെ പോലെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് വലിയ പ്രാപിച്ച് മടങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു സമ്പത്തില്ല കർത്താവേ. ആമേൻ. ആ സമ്പത്തിനെ ലാക്കാക്കി ഓടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്ന, ആത്മാവ് ഞങ്ങളോട് പ്രവർത്തിക്കുന്ന, ആത്മാവ് ഞങ്ങളിൽ ക്രിയ ചെയ്യുന്ന, ആമേൻ ഞങ്ങളുടെ സഭയിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്ന അവൻ ദിവസങ്ങളായി ഈ ദിവസങ്ങളെ അവിടുന്ന് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യനാൽ അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാചന കേട്ട കൃപകൾക്കായി സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. സകലവും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമുള്ളമാറാകണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മുടെ സഭയിൽ ഇന്ന് പുതിയതായിട്ട് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഇതാണ് ബ്ലസ്സന്. നമുക്ക് ഒരുമിച്ച് ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ബ്ലസ്സിനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കുമാറാകണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ ബ്ലസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും അധികമായി പകരപ്പെടണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഇരുന്നാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മോനിച്ച പാസ്റ്ററെ വളരെ ബഹുമാനത്തോടെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ലോർഡ്. കരയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വൻപിച്ച ലോകത്തിര കമ്പം തീരുവോളവും, വൻപിച്ച ലോകത്തിര കമ്പം തീരുവോളവും, മുമ്പും പിൻപുമായാവേ അൻപോടെന്നെ നടത്തും, മുമ്പും പിൻപുമായാവേ അൻപോടെന്നെ നടത്തും. യേശുവടിസ്ഥാനം ആശയവനിലത്രേ, യേശുവടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹീതമായ പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനായി ദൈവദാസൻ യേശുവിൻ്റെ രക്തത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം നൽകുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ
ഈ ആയുസ്സിൽ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായി സ്തോത്രം. നിങ്ങളുടെയൊക്കെയും സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ എനിക്കും ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. 46-ാം സങ്കീർത്തനം 11-ാമത് വാക്യം വായിക്കാം. സാംസ് 46:11. 46-ാം സങ്കീർത്തനം 11-ാമത് വാക്യം വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ പകൽ ആരൊക്കെ നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതോ ആരൊക്കെ നമ്മോടുകൂടെ ഇല്ലെന്നുള്ളതോ നമ്മെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ഹോളിൽ വന്ന എത്ര ദൈവമക്കൾക്ക് തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും, ദൈവം എന്നോടുകൂടെയുണ്ടെന്ന്? ദൈവം എന്നോടുകൂടെയുണ്ട്, എന്നോടുകൂടെയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത 2 വാക്യങ്ങളുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ പറയാം, 2ാം ഭാഗം നിങ്ങൾ പറയണം. ഒരു വാക്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ഉറക്കെന്ന് പറയും മക്കളെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഈ ലോകം മുഴുവൻ നിനക്ക് അനുകൂലവും ദൈവം നിനക്ക് പ്രതികൂലമാകുന്നതിനേക്കാൾ ഈ ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ജയം നിനക്കായിരിക്കും. ദൈവം അനുകൂലമെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആര് വേണം? ദൈവം കൂടെ ഉണ്ട് പിന്നെ ആര് വേണം? ഈ അടുത്ത സമയത്തൊരു മാസയോഗത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഹോളുപണി ആരംഭിക്കാൻ പോകാം, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മച്ചി പറയുകയാണ്, അപ്പുറത്തൊക്കെയുള്ള സഭകൾ ഇഷ്ടംപോലെ പേർഷ്യക്കാരുണ്ട്, ഇഷ്ടംപോലെ അമേരിക്കക്കാരുണ്ട്, ഞങ്ങൾക്ക് ദൈവമല്ലാതെ വേറെ ആരും ഇല്ലെന്ന്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ദൈവമല്ലാതെ, അതുകൊണ്ട് മോശക്കാരനെ കൈ കിട്ടിയോല്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 500 പേർഷ്യക്കാരേക്കാൾ വലിയവനല്ലേ? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 1000 അമേരിക്കക്കാരേക്കാൾ നല്ലതല്ലേ? ദൈവം കൂടെ ഉണ്ട്, ആരെയാ പേടിക്കണ്ടേ? ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, എനിക്ക് വിരോധമായി പാളയം ഇറങ്ങിയിരിക്കുന്ന, പറഞ്ഞാട്ട്, 1000 ഗുണം 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടില്ല, കാരണം അങ്ങനോടുകൂടെ ഉണ്ട്. ഇന്ന് കരവടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഓ ക്ഷമ റെഖിനി, എല്ലാവരും കൈകളടിച്ചാട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഞാൻ ഒറ്റപ്പെട്ടാലും, ഞാൻ തന്നെ ഉള്ളെങ്കിലും ജയം എനിക്കാണ്, ജയം എനിക്കാണ്. എൻ്റെ ദൈവം എനിക്ക് ജയം തരും. ആരൊക്കെ കൂടെ ഉണ്ടെന്നൊന്നും നീ നോക്കണ്ട, ദൈവം കൂടെ ഉണ്ടോ, ജയം നിനക്കാണ്. ഈ സങ്കീർത്തനത്തിൽ കൂടെ കാണുന്നൊരു പദമാണ് സൈന്യങ്ങളുടെ ഹോവ എന്ന പദവും യാക്കോബിൻ്റെ ദൈവം എന്ന പദവും. യാക്കോബിൻ്റെ ദൈവം, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോഴേ പാടിക്കൊണ്ടിരുന്നത് അബ്രഹാം ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ്റെ ദൈവം. യാക്കോബിൻ്റെ ദൈവം, അത് പ്രത്യേകം യാക്കോബിൻ്റെ ദൈവം. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തട്ട്, യാക്കോബിൻ്റെ ദൈവം നിനക്ക് സഹായമരുളട്ട്, യാക്കോബിൻ്റെ ദൈവം സഹായമായി. അങ്ങനെ യാക്കോബിൻ്റെ ദൈവം ഒന്ന് കൂടെ ആവർത്തിക്കാറുണ്ട്. ഒരു ഇസ്രായേലിയൻ ആരാധനയ്ക്കായി ആരാധനാലയത്തിൽ വരുമ്പോൾ കൂടെ ഉപയോഗിക്കുന്നൊരു പദമായിരുന്നു യാക്കോബിൻ്റെ ദൈവം. അത് പ്രത്യേകതയുണ്ട്, യാക്കോബിൻ്റെ ദൈവം. എന്താണ് യാക്കോബിൻ്റെ ദൈവം? ഇസ്രായേലിന് ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തോട് പറയുന്ന, ദൈവമേ, നിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് അബ്രഹാമിൻ്റെ വിശ്വാസം പറയാനില്ല, ഇസഹാക്കിൻ്റെ അനുസരണം പറയാനില്ല, യോസഫിൻ്റെ വിശുദ്ധി പറയാനില്ല, കളിപ്പീരുകാരനായ ഉപായിയായ ചതിയനായ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗ്യത പറഞ്ഞു വരാനില്ല. എന്നിൽ നോക്കിയാൽ സൈമൺ സാർ, ചെറിയാൻ സാറ് പാടിയുടെ തോൽവിയേ ഉള്ളൂ, പരാജയങ്ങളേ ഉള്ളൂ. പക്ഷെ എൻ്റെ തോൽവികളും പരാജയങ്ങളും കണക്കിടാതെ തന്നെ നടത്തിയ ദൈവമേ, ഇന്ന് രാവിലെ ഈ ഹാളിൽ വന്ന ദൈവമക്കളെ, നമ്മുടെ യോഗ്യത പറഞ്ഞു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല.
അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ഭക്തിയോട് ഞാൻ ദൈവത്തെ ആരാധിക്കും. ഇന്ന് പകൽ നാം ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ യോഗ്യതയല്ല, കൃപയുടെ മഹത്വമാ, കൃപയുടെ ബഹുത്വമാ. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമോ? എൻ്റെ യോഗ്യതയല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വം, കൃപയുടെ ബഹുത്വം. യാക്കോവിൻ്റെ ദൈവം. ഈ 46 സങ്കീർത്തനം കൗരവപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്യത്തിലേക്ക് വരാം. 46 സങ്കീർത്തനം എഴുതപ്പെടുവാനുള്ള കാരണം, സംഖ്യാപുസ്തകം 16:1 മുതൽ വാക്യം വായിച്ചാൽ, കോരഗ, ദാദാം, അബീരാം തുടങ്ങിയവരും സംഘം സദസ്യരുമായവർ ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് നേരെ പിറുപിറുത്തു, വെല്ലുവിളികൾ ഉയർത്തി. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ മോശ മറുപടി പറയാൻ പോയില്ല, അവൻ ദൈവത്തിൽ നെടുമ്പാട് വീണു. ഞാനൊന്നുകൂടെ പറയാം, നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കുക. കാരണം നിന്നെ വിളിച്ചവരാണ് മറുപടി പറയേണ്ടത്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ മോശ നെടുമ്പാട് വീണപ്പം പറഞ്ഞു, നീ മറുപടി പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോശ ഫറവോന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കണം. ഉടനെ ഫറവോൻ ചോദിച്ചു, ഞാൻ ജനത്തെ വിട്ടയക്കേണ്ടതിന് യഹോവ ആർ? ദൈവം ആരാ? നിന്റെ ദൈവം ആരാ? ഫറവോൻ വിചാരിച്ചത് അവൻ്റെ ദൈവങ്ങളെപ്പോലൊരു ദൈവമാ മോശയുടെ ദൈവം എന്നാ. കാരണം അവൻ സംരക്ഷിക്കുന്നവനാ അവൻ്റെ ദൈവം, അവൻ സൂക്ഷിക്കുന്നവനാ. മോശ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. മോശ പറഞ്ഞു, ഇതിന് മറുപടി പറയേണ്ട ഞാനല്ല, ദൈവമാണ്. ഇപ്പോഴത്തെ വിശ്വാസിയാണ്, എന്നാൽ പിന്നെ ഞങ്ങളുടെ ദൈവം ആരാന്ന് കാണിച്ചിട്ടേ ഉള്ളൂ, നിന്നെയും ഒന്ന് ഞാനും ചാവുമെന്നും പറഞ്ഞ് ഇറങ്ങും. നാളിൽ ഒരാൾ പറയുന്നത് കേട്ടു, അവർ എൻ്റെ ദൈവത്തെ നിന്ദിച്ചതുകൊണ്ട് ഞാൻ 10 ദിവസം ഉപവാസം ഇരിക്കാൻ പോവാന്ന്. ദൈവം ആരാ? നീ ദൈവം ആരാന്ന് തെളിയിക്കാൻ നടക്കണ്ട, ദൈവം തെളിയിച്ചോളൂ അവനാരാ. പിറ്റേ ദിവസം മുതൽ ഫറവോൻ കുടിക്കുന്ന ബ്ലഡ് വാട്ടറാ, രക്തവെള്ളവാ. പിന്നെ ഫറവോന് മനസ്സിലായി ദൈവം ആരാന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവം തമ്പുരാൻ പറഞ്ഞു മോശയോട്, ഒരു പ്രത്യേക ഇടപെടൽ ഞാൻ നടത്തും. ദൂത് ഇന്ന് രാവിലെ ചിലരോട് പറയുക, ഇതുവരെ സംഭവിക്കാത്തതൊന്ന് ഞാൻ സംഭവിപ്പിക്കും, ഇതുവരെ നടന്നിട്ടില്ലാത്തത് ഞാൻ നിനക്ക് വേണ്ടി നടത്തും. ഹോഷമറക്കിനി. രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളോട്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതൊന്ന് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും, ഇതുവരെ നടന്നിട്ടില്ലാത്തതൊന്ന് ദൈവം നിനക്ക് വേണ്ടി നടത്തിയെടുക്കും. എല്ലാവർക്കും ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശ്വസിക്കുക, ഇതുവരെ കേട്ടിട്ടില്ലാത്തതൊന്ന്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതൊന്ന് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ഇതുവരെ നടന്നിട്ടില്ലാത്തതൊന്ന് നടത്തും. സഭാപ്രസംഗി പറഞ്ഞു, സംഭവിച്ചതെല്ലാം ഉണ്ടായിരുന്നതാണ്, ഉണ്ടാകാനുള്ളതെല്ലാം ഉണ്ടായിരുന്നതാണ്. ഒന്നും പുതിയതില്ല സൂര്യന് കീഴെ, ഇല്ല, ഒന്നുമില്ല. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇമിറ്റേഷൻസ് പൂക്കളുണ്ട്. ചെമ്പരത്തിപ്പൂവും റോസാപ്പൂവും ഒക്കെ ഉണ്ട്. അതുപോലെ ചൈനയിൽ നിന്ന് ഇഷ്ടം പോലെ ആനയും കടുവയും സിംഹവും പുള്ളിപ്പുലിയും മ്ലാവും എല്ലാം വരും. ഇത് ഇമിറ്റേഷൻസാണ്. ഉണ്ടായിരുന്നതൊന്നിൻ്റെ രൂപം ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ ദൈവം ഇതൊന്നുമില്ലാതിരുന്നപ്പം ആന എങ്ങനായിരിക്കണം, കടുവ എങ്ങനായിരിക്കണം, മനുഷ്യൻ എങ്ങനായിരിക്കണം, റോസാപ്പൂ എങ്ങനായിരിക്കണം, ഈ പ്രപഞ്ചത്തെ സകലവും ഡിസൈൻ ചെയ്തവനാ നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ഇതുവരെ സംഭവിക്കാത്തതൊന്ന് നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ഇതുവരെ നടക്കാത്ത ദൈവം നടത്തും. എനിക്കിതിനായിട്ട് ദൈവദാസൻ്റെ സുഹൃത്താണ്, ഒരു നല്ല പ്രസംഗികനാണ്. ദൈവം ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞ് താഴ് വീണു. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു, സകല ഹാർട്ട് ബ്ലോക്ക്, അടിയന്തരമായി ഹാർട്ട് ഓപ്പൺ സർജറി നടക്കണം. സ്റ്റെൻഡ് ഇടാനൊക്കെ ഇല്ല, ഹാർട്ട് ഓപ്പൺ സർജറി നടത്തണം. അദ്ദേഹത്തെ അവിടുന്ന് കൊച്ചിയിൽ കൊണ്ടുപോയി. അവിടെ ഏറ്റവും പ്രശസ്തനായ ജോസ് കേട്ടിട്ടുണ്ട്, ജോസ് ഭയങ്കര അരികുപുറം ഭയങ്കര പ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹത്തെ അതിനോട്ട് കയറ്റി ഇത് ചെയ്യുമ്പം
സകല ആട്ടും ബ്ലോക്ക്. ഈ മനുഷ്യൻ എങ്ങനെ നിന്നെന്നറിയില്ല. സാധാരണ 1-2 ബ്ലോക്കായ തന്നെ താഴെ വീഴും. അപ്പോൾ ഈ ഡോക്ടർമാർ അങ്ങനെ സംഭവിക്കുന്നത്, ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക അത്. അപ്പോൾ ഡോക്ടർമാർ നോക്കിയപ്പം ഈ ഹാർട്ടെല്ലാം ബ്ലോക്കായപ്പം ഇവിടെ കൂടി ഇപ്പുറത്തൂടെ ദൈവം വേറൊരു ബാൽവ് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു, പുതിയതൊന്ന്. നീ അറിയാതെ അനേക അത്ഭുതങ്ങൾ നിനക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൃശ്യമായ വിടുതലുകൾക്ക് നമ്മൾ സ്തോത്രം പറയും, എന്നാൽ അദൃശ്യമായ വിടുതലുകളുണ്ട്. ഓ ഷമറഗോനി ഉടമറഗോനി ഹംതുനാമാ ശകുനാ സന്തന. നാം സ്വർഗത്തിലെത്തുമ്പോഴാണ് എത്രയോ 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 അദൃശ്യ വിടുതലുകൾ ദൈവം നൽകി. നിനക്ക് വേണ്ടി ഇതുവരെ സംഭവിക്കാത്തതൊക്കെ ദൈവം ചെയ്യും. പ്രൈസ് ലോർഡ്. അവിടെ ഭൂമി വാപിളർക്കുക അതുവരെ സംഭവിക്കാത്ത കാര്യമാണ്. പാവിളർന്നു. കോരഗ് ദാദാമബീരാം എന്നൊരു വിഴുങ്ങിക്കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന കോരകിൻ്റെ പുത്രന്മാർ അവരോടൊപ്പം നിൽക്കാതെ ഓടിയാകുന്നു, അവർ നശിച്ചില്ല. ഞാൻ വേഗത്തിൽ നീങ്ങണമല്ലോ. അങ്ങനെ ഭൂമി വാപിളർന്ന അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ എല്ലാവരും വിഴുങ്ങി. കൂടാരങ്ങൾ വിഴുങ്ങി. എല്ലാം നഷ്ടപ്പെട്ട, അപ്പൻ നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ട, കൂടാരം നഷ്ടപ്പെട്ട കോരപുത്രന്മാർ, ആരുമില്ലാത്തവർ മരുഭൂമിയിൽ നിരനിരയായി അടിച്ചിരിക്കുന്ന ഇസ്രായേൽ കൂടാരങ്ങളുടെ എല്ലാം വാതിൽക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. അവർ കതവ് തുറക്കുമ്പോൾ കാണുന്ന കോരകിൻ്റെ പുത്രന്മാരെയാണ്, ശപിക്കപ്പെട്ടവൻ്റെ സന്താനങ്ങൾ. അവരെല്ലാവരും വാതിലുകൾ അവർക്കെതിരെ കൊട്ടിയടച്ചു. എല്ലാ വാതിലും അടയപ്പെട്ടപ്പോൾ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരായി ആ മരുഭൂമിയിൽ അവർ നിൽക്കുമ്പോൾ ഈ കൂടാരങ്ങളുടെ എല്ലാം നടുവിൽ ഒരു വലിയ കൂടാരമുണ്ട്. ഹല്ലേലൂയ. ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം അവർ കേട്ടു. കുരുകിലേ, മീവൽ പക്ഷിയേ, ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് അഭയമരുളാം. രാത്രി ദൈവവേദനേ, സകല വാതിലും നിനക്കും നിന്റെ തലമുറയ്ക്കുമെതിരെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ഉയരത്തിലെ വാതിൽ നിനക്കായി തുറക്കപ്പെടും. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. സകല ഉറവയും അടയുമ്പോൾ ദൈവം നിനക്കായി ഉറവ തുറക്കും. അബാ രമന ഹന്തന വൈഡിമി ഉഷമാ റഗോനി ഹംതുന ബൂഡമാ രഗന ഉഡമാ ശകുല ബവസമാ റംതുനിയ. എൻ മൊഴി കേൾപ്പാൻ പൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാൻ പൂവിൽ കാതില്ല. കൈയടിച്ചേ. ഓ ചെന്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ, ചെന്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കയ്യൊരിക്കൽ. ശക്തിയോടെ പാടിക്കേ. ക്ഷീണിക്കാത്ത കയ്യൊലിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഓ അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഓ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലോ, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെന്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ, ചെന്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. ഓ മാനുഷികമാ കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാ കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈയടിക്കുന്നുണ്ട് സ്വർഗത്തിൽ, ക്ഷീണിക്കാത്ത കൈയടിക്കുന്നുണ്ട് സ്വർഗത്തിൽ. എല്ലാ വാതിലും അടയുമ്പോൾ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം ഒരു പുതിയ വാതിൽ തുറക്കും. ഞാൻ കൂടെ പറയും, നിന്റെ സാന്നിധ്യം ചിലർക്ക് ഇഷ്ടമല്ലേലും, നിന്റെ ശബ്ദം പോലും ചിലർക്ക് ഇഷ്ടമല്ലേലും, അത് ഇഷ്ടമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്.
ഹല്ലേലൂയ. വലിയ വാസ്റ്റായൊരു വിഷയമാണ്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അങ്ങനെ സമാനകൂടാരത്തിൽ കയറിയിരുന്ന പാടുന്ന 2 പാട്ടുകളാണ് 46-ാം സങ്കീർത്തനവും 84-ാം സങ്കീർത്തനവും. 46-ാം സങ്കീർത്തനം അവർ പാടി, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ എ ട്രബിൾ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഇനിയും ഭയപ്പെടില്ല എന്ന് പറഞ്ഞ ആരെല്ലാം കൈവിട്ടാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയവർ ഇതെല്ലാം അനുഭവിച്ചവരാ. 84-ാം സങ്കീർത്തനത്തിൽ പാടി, കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തി, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. ഇന്ന് രാത്രി, ഇന്ന് പകൽ, എപ്പോഴും ഈ രാത്രി പ്രസംഗിക്കാനായതുകൊണ്ട് രാത്രിയാണ് വരുന്നത്. ഈ പകലിൽ ഒരു വാക്കാണ് അതിൽ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് സംഭവിക്കാൻ. അതിൽ യാക്കോബിൻ്റെ ദൈവത്തിന് അനവധി പ്രത്യേകത ബൈബിളിലുണ്ട്. ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ വണങ്ങും ദൈവം. നമ്മുടെ ദൈവം, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. യെശയ്യാ 43:1, ഇപ്പോഴോ യാക്കോബേ, നിന്നെ നിർമ്മിച്ചവനും ഇസ്രായേലിൽ നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നമ്മുടെ ദൈവം നാം നിർമ്മിച്ച ദൈവമല്ല, നമ്മെ നിർമ്മിച്ച ദൈവമാണ്. നമ്മുടെ ദൈവം നാം സൂക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നാം എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമല്ല, നമ്മെ എടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നാം വില കൊടുത്ത് വാങ്ങിയ ദൈവമല്ല, നമ്മെ വില കൊടുത്ത് വാങ്ങിയ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല, നമുക്ക് ദാനമായി സകലം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പീവത്സരൂപിയല്ല, നമ്മുടെ ദൈവം സുന്ദര സ്വരൂപിയാ. ഒന്നുകൂടെ ശക്തിയോടെ അവനെ ആരാധിച്ചാട്ട്, ജീവനുള്ള ദൈവം, സർവശക്തൻ, നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നവൻ. ആ ദൈവത്തെ സേവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. യെശയ്യാ 46:1 നോക്കിയാട്ടെ. യെശയ്യാ 46:1. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എവിടെ കാണാം? യെശയ്യാ 46:1. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവും ആയി തീർന്നിരിക്കുന്നു. അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു. ഭാരമൊഴുപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. അടുത്ത വാക്യം, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എന്റെ വാക്കു കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. മനസ്സിലായോ? നമ്മുടെ ദൈവം നാം ചുമക്കുന്നവനല്ല, നമ്മെ ചുമക്കുന്നവനാ. അവരുടെ ദൈവങ്ങളെ വിഗ്രഹങ്ങളുടെ പുറത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നു, തോളെ ചുമക്കുന്നു. നീ സേവിക്കുന്ന ദൈവം നിന്നെ ചുമക്കുന്നവനാ. എവിടെ മുതലാ ചുമക്കാൻ തുടങ്ങിയത്? അമ്മയുടെ ഗർഭം മുതൽ. നീ ഉലകത്തിൽ ഉരുവാകും മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ദൈവം നിന്നെ താങ്ങി. ഉറങ്ങി ഉടുത്തും ഇവിടെ പാർക്കുമ്പോൾ താങ്ങുന്നു. ഉലകം വിട്ട് ഉയരത്തിൽ കടന്നാൽ അവിടെയും നമ്മെ വഹിക്കുന്ന ദൈവം. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ നരയ്ക്കുവോളോ ഒക്കെ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും. നരച്ചാലും ചുമക്കാം. അപ് ടു ഡെപ്ത് അല്ല, അൺ ടു ഡെപ്ത് എന്ന് പറഞ്ഞാൽ നീ എനിക്കൊരു അതിയപ്പറ്റല്ലെന്ന്. അനേക മാതാപിതാക്കൾ മക്കൾക്ക് അതിയപ്പറ്റ. നീ കർത്താവിനൊരു അതിയപ്പറ്റല്ല, നരയ്ക്കോടും ചുമക്കും. യാക്കോബിൻ്റെ ദൈവത്തിന് അനവധി പ്രത്യേകതയുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത, അതിനെ നേരമുള്ളൂ, അതിന് തന്നെ നേരമില്ല. യാക്കോ അവിശ്വസ്തനായാലും അവൻ്റെ ദൈവം വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായാലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇതിനകത്തിരുന്ന് ഈ സ്തോത്രം പറയാൻ കാര്യമേ നമ്മുടെ വിശ്വസ്തതയുടെ കൂടുതലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ പെട്ടെന്ന് വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 28:10 പെട്ടെന്ന് വായിക്കാം. 28:10. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന് ദൂതന്മാർ അതിൽ കൂടി കയറുകയും. അതെ, നിങ്ങൾക്കറിയാം ഇതിന്റെ പശ്ചാത്തലം. അരക്കപ്പ് പായസം കൊടുത്ത അച്ചാച്ചനെയും ആട്ടിറച്ചി കൊടുത്ത അപ്പച്ചനെയും കളിപ്പിച്ച്
കളിപ്പീരുകാരനായ യാക്കോബ് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിപ്പോകുന്ന പോക്കിൽ ലൂസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആകപ്പാടെ അവനും ലൂസായി. കാരണം അവൻ വീട് വിട്ടിറങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് വീട്ടിൽ ഇറങ്ങുന്നത്. അമ്മയുടെ കൂടെ കഴിഞ്ഞവനാ. വനസഞ്ചാരിയായ ജ്യേഷ്ഠൻ അവൻ്റെ പുറകാലയുണ്ട്. ഹിംസജന്തുക്കളുടെ ശബ്ദം അവൻ്റെ കാതിൽ കേൾക്കുവാൻ തുടങ്ങി. പാട്ടുകാരൻ പാടി, വൻ കാട്ടിൽ തലേണയായി വെച്ചവൻ കിടക്കുകയാണ്. ഓടിയതും അധ്വാനിച്ചതും വൃതാവായെന്ന് തോന്നി. ഇവിടെ എല്ലാം അവസാനിച്ചെന്ന് തോന്നി. അവിടെ എഴുതിയിരിക്കുന്ന സൂര്യൻ അസ്തമിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം കുഞ്ഞെ, സൂര്യൻ അസ്തമിക്കുന്നിടം, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകലവാതിലും അടയപ്പെടുന്നിടം, അവിടെ നീതി സൂര്യൻ നിനക്ക് വേണ്ടി ഉദിച്ചുയരും. യാക്കോബിന് തോന്നി, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു. ഞാൻ ആ പദം ശ്രദ്ധിക്കണം നിങ്ങൾ. യാക്കോബ് ഭയപ്പെട്ടോടുന്ന ഏശാവിനെയാണ്. ഇപ്പോഴത്തെ യാക്കോബിൻ്റെ അവസ്ഥയിൽ ഏശാവ് വിചാരിച്ചാലും അവനെ സഹായിക്കാൻ കഴിയില്ല. അമ്മ ആലോചന എല്ലാം പറഞ്ഞു കൊടുത്ത് അമ്മയ്ക്ക് സഹായിക്കാൻ കഴിയില്ല, അപ്പന് സഹായിക്കാൻ കഴിയില്ല. ഓർത്തോണം, നിന്റെ പണത്തിനും സ്വാധീനതയ്ക്കും പിടിപാടിനും നിന്നെ സഹായിപ്പാൻ കഴിയാത്തൊരു രംഗത്ത് നീ എത്തും. അവിടെ നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വരുന്നൊരു കരമുണ്ട്. അതാണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ കരം. എല്ലാവരും നന്നായി ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, എൻ്റെ പിടിപാടിന്, എൻ്റെ സമ്പത്തിന്, ക്ഷമ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, ആർക്കും എന്നെ സഹായിപ്പാൻ കഴിയാത്ത രംഗത്തെന്നെ സഹായിപ്പാൻ ഇറങ്ങി വരുന്നൊരു കരമുണ്ട്. യാക്കോബിൻ്റെ ദൈവം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവൻ്റെ കണ്ണു മേളോട്ട് ഉയർന്നു. സ്തോത്രം. ഞാൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക, വീണ്ടും ആവർത്തിക്കുക, കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം, മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. നമ്മളെപ്പോഴും ദൈവമക്കളെ ഇങ്ങനെയുള്ള വചനമൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ നിസ്സഹായരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടാണോ പറഞ്ഞു, നമ്മൾ ഈ രണ്ട് കാലം നിൽക്കുമ്പോഴേ ഉള്ളൂ എല്ലാ അധികാരവും. താഴെ വീണാൽ പിന്നെ നിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് നീയല്ല, വേറെ ആളുകളാ. ഞാനിതിലൂടെയൊക്കെ കടന്നുപോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ IPCയിലെ ലോക്കൽ സഭ സീനിയർ പാസ്റ്ററാണ്, കായംകുളം ഫെയ്ത്ത് സെൻ്ററിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററാണ്. അവസാന വാക്ക് എൻ്റേതാ പലതിനും. പക്ഷേ ഞാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ മൊബൈൽ വേറെ ഇല്ല. എന്നെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം തീരുമാനിക്കുന്നു പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരാ. പിന്നെ നോ റൈറ്റ്. രണ്ട് കാലം നിൽക്കുമ്പോഴേ ഉള്ളൂ എല്ലാ അധികാരവും. വീണുപോയാൽ തീർന്നെന്ന് ഓർത്തോണം, വീഴാതെ നിർത്തുന്ന കൃപയാണെന്ന് ഓർത്തോണം. ഞാൻ ഇടയാറുമുള്ള ചർച്ച ഇവിടെ ചർച്ച ഞാൻ സ്ഥാപിച്ചു. പല ഈ ഓട്ടത്തിനിടയിൽ 365 ദിവസം കൊണ്ട് 260 ദിവസവും ഞാൻ ഓടുന്ന ആളാണ്. പുറത്ത് ഇന്നൊന്നും തുടങ്ങില്ല. ഇടയാറുമുളക്കാരുണ്ടല്ലോ ഇവിടെ. ഫെയ്ത്ത് ഉണ്ട്, ഫെയ്ത്ത്. അവിടെ ഒരു അമ്മാമ്മയുടെ ഹസ്ബൻഡ് 3 മക്കൾ ആൺപിള്ളേർ. അമ്മാമ്മയുടെ ഹസ്ബൻഡ് 40 വർഷം അരംഗോ കമ്പനിയിൽ ആയിരുന്നു, സൗദി അറേബ്യ. മക്കൾ 2 പേരും വിദേശം. അവർ ടീച്ചറാണ്. രാവിലെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി അവിടെ നിൽക്കുമ്പം പാറ കയറ്റി വന്നൊരു ലോറി വന്ന് ഈ അമ്മാമ്മ ഇതിനോട് ചേർത്ത് വെച്ച് ഇടിച്ചിട്ട് വിട്ടിട്ട് പോയി. അപ്പോൾ അതുവഴി വന്ന ആരോ വാരി പെട്ടെന്ന് വണ്ടിയിലിട്ട് കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞൊരു സാക്ഷി എപ്പോഴും ഓർക്കും. ഇത് ബാക്കി പ്രസംഗം കേട്ടില്ല, ഇത് പറഞ്ഞ് നിർത്താം. കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ ചെല്ലുമ്പം ബ്ലീഡിങ് ആയി കിടക്കുക. അവർ കിടന്നിങ്ങനെ വിറയ്ക്കുക. അപ്പോൾ അവിടെ ഇവർ വിറയ്ക്കുന്ന കണ്ടിട്ട് അവിടെ കിടന്ന ഒരു ഉമ്മാച്ചി, ഒരു മുസ്ലിം ആയിരുന്നത്, അപ്പുറത്ത് കിടന്ന് അവരുടെ തോളെ കിടന്നൊരു മുഷിഞ്ഞ തോർത്ത് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തു. ആ തോർത്തെടുത്ത് അവർ പുതച്ചു. 40 വർഷം സൗദി അറേബ്യയിലായിരുന്ന ഭർത്താവ് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് അടുക്കി വെച്ചിരിക്കുക. 3 മക്കൾ, 2 പേര് എൻജിനീയേഴ്സാണ്, അമേരിക്കയിലാണെന്ന്. ആ ബെഡ്ഷീറ്റ് അടുക്കി വെച്ചിരിക്കുക. പക്ഷെ ആപത്തിൽ ഒരു ബെഡ്ഷീറ്റ് ഉപകരിച്ചില്ല. അമ്മാമ്മ പറയും, ആ ടീച്ചർ പറയും, ഒരു ഉമ്മാച്ചിയുടെ തോർത്താണ് അപ്പോൾ എനിക്ക് ആശ്വാസം. ആരെയും നീ നിസാരരായി കാണരുത്, ആരെയും അപമാനിക്കരുത്, ആരെയും ചെറുതായി കാണരുത്. ആകാശത്തൂടെ പറന്നു പോകുന്ന പറവയ്ക്ക് കൊണ്ടുപോലും ഉപകാരം വരും.
കോവിഡ് കാലത്തൊരു കാഴ്ച, സോറി വെള്ളപ്പൊക്ക കാലത്ത് ഒരു ചെരുപ്പ്, 2 ചെരുപ്പുണ്ടായാലും ഇടാനൊക്കത്തുള്ളൂ. ഒരു ചെരുപ്പ് അതിൻ്റെ വള്ളി പൊട്ടിയതാണ്. വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല. പക്ഷേ ആ ചെരുപ്പിൻ്റെ മണ്ടയ്ക്ക് 3 കോഴിക്കുഞ്ഞുങ്ങൾ കയറി രക്ഷപ്പെടുന്നു. ആരെയും നിസാരരാക്കരുത്. എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പുകഴാനും പാടില്ല. നാം ആകുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. യാക്കോബ് പ്രതിസന്ധിയിൽ ദർശനം കാണുകയാണ്. ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകളും ഒറ്റപ്പെടുത്തലും നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ജീവിതയാത്രയിൽ ഏകാന്തതകൾ വരുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിമേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക. മേലാൽ സംഭവിക്കാനുള്ള ദൈവം നിന്നെ അറിയിക്കും. അവനെ ഫീഡ്ബാക്ക് ഒന്നുകൂടി ചെയ്താട്ടോ. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്രയിലെ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല. യാക്കോബ് ദർശനം കാണുന്നു. എന്താ കണ്ട ദർശനം? ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഗോവേണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആരും എനിക്കില്ലെന്ന് യാക്കോബിന് തോന്നിയപ്പോൾ അവനെ സംരക്ഷിപ്പാൻ സന്നദ്ധരായി നിൽക്കുന്ന ദൂതസംഘത്തെ ദൈവന് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, അതിന്റെ മീതെ നിന്ന് യഹോവ നിന്ന് അരുളിച്ചെയ്തത്. നോക്കൂ, യാക്കോബിന് ദൈവം അവനെ പരിചയപ്പെടുത്തുക. വായിച്ചോ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ. മതി. അപ്പൊ നമുക്ക് യാക്കോബിന് ദൈവത്തെ അറിഞ്ഞുകൂടാ. യാക്കോബ് പറയുന്നോട് ദൈവം പറയാം, മോനെ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ വല്യപ്പച്ചൻ്റെ ദൈവമാ, ഞാൻ നിന്റെ അപ്പച്ചൻ്റെ ദൈവമാ, ഞാൻ നിന്റെ. യാക്കോബിന് അറിഞ്ഞുകൂടാ. യാക്കോബേ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? കൽദേവട്ടമായ ഊരിൽ നിന്ന് നിന്റെ വല്യപ്പച്ചനെ വിളിച്ചിറക്കിയ ദൈവമാണ്. അവന് വേണ്ടതെല്ലാം നൽകി ആദരിച്ച ദൈവമാ. ഞാൻ നിന്റെയും ദൈവമാ. പ്രൈസ് ദി ലോർഡ്. യാക്കോബേ നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ആരാണെന്നറിയാമോ? നിന്റെ അപ്പനായ ഇസഹാക്കിന്റെ ദൈവമാണ്. മോറിയായുടെ ഉന്നതിയിൽ കൈകാലികൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു യാഗവസ്തുവായി കിടന്ന അവസ്ഥയിൽ അവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം ഞാനാണ്. ഞാൻ നിന്റെയും ദൈവമാണ്. ഈ രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെയും ദൈവമാണ്. നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കൈയടിച്ച വാതുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവം. ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു. അതിന് താഴെ വായിച്ചാൽ, ഒന്ന് പെട്ടെന്ന് വായിച്ച് നിർത്തിക്കോ. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ദൈവം യാക്കോബുമായി ഒരു കവനന്റ് ഒപ്പിടുകയാണ്. ജേക്കബ് കവനന്റ് എന്നാണ്, ജേക്കബ് കവനന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം യാക്കോബുമായി ഒരു കവനന്റ്. എന്താ? ഒന്നേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഡിവൈൻ ബ്ലെസ്സിങ്. രണ്ടാമത് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഡിവൈൻ പ്രസൻസ്. മൂന്നാമത് പറഞ്ഞു, ഞാൻ നിന്നെ കാക്കും, ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഡിവൈൻ പ്രോമിസ്. ഇതിനകത്തിരിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഈ 4 കവനന്റും ഉണ്ട്. ഒന്ന് ഡിവൈൻ ബ്ലെസ്സിങ്, ദൈവിക അനുഗ്രഹം നിന്റെ മേലുണ്ട്. 2 ഡിവൈൻ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. 3 ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം നിനക്കുണ്ട്. 4 ഡിവൈൻ പ്രോമിസ്, ഞാൻ നിന്നോട് അരുളി ചെയ്തത് ഞാൻ നിവർത്തിക്കും. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയാം, സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എന്നോട് പറഞ്ഞവൻ സർവശക്തനാകിയാൽ പറഞ്ഞത് സംഭവിക്കും. 4 കാര്യവും പഠിക്കേണ്ട 4 മണിക്കൂർ എടുക്കും. ഒന്ന് ഡിവൈൻ ബ്ലെസ്സിങ്, അത് പഠിക്കേണ്ടതാ. ഡിവൈൻ ബ്ലെസ്സിങ്, ദൈവിക അനുഗ്രഹം. മാനുഷിക അനുഗ്രഹം പോലെയല്ല ദൈവിക അനുഗ്രഹം. മനുഷ്യൻ ഉയർത്തുന്ന പോലെയല്ല ദൈവം ഉയർത്തുന്നത്. മനുഷ്യൻ ഉയർത്തുന്നത് ക്രെയിൻ കൊണ്ട് പൊക്കുന്ന പോലെയാണ്. എത്രത്തോളം പൊക്കുമോ അത്രയും പൊക്കത്തിന് താഴെ ഇടും. മനുഷ്യൻ പൊക്കുമ്പോൾ ഓർത്തോണം താഴെ ഇടാൻ പോവാ.
പക്ഷെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ ഒരു സ്ഥാനത്താകാതെ കൈവലിക്കില്ല. യാക്കോവേ, നീ കിടക്കുന്നിടത്ത് നിനക്ക് 5 സെന്റ് സ്ഥലം കുടിയടപ്പായി തരാമെന്നല്ല പറഞ്ഞത്. തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്, ഞാൻ നിനക്ക് അവകാശമായി തരും. ഡിവൈൻ ബ്ലെസ്സിങ്, മാനുഷിക അനുഗ്രഹം പോലെ അല്ല. ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല പറയുന്നത്. ഞാൻ പറയുന്ന ദൈവ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങിയാൽ, ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ കണക്ക് കൂട്ടി കണ്ടുപിടിപ്പാൻ കഴിയാത്തവണ്ണം ഉയർത്തും. മതിയെന്നു പറയുന്നിടം വരെ ഉയർത്തും. മതിയെന്ന് പറയുന്നിടം അനുഗ്രഹിക്കും. അല്ലെ അപ്പച്ചന്മാരോടൊക്കെ ചോദിച്ചേ, അല്ലെ നിങ്ങൾ തന്നെ നോക്കിയേ, ഒരു കാലത്ത് 2 മുറിയുള്ള വീടിന് വേണ്ടി കരഞ്ഞ് നിന്നെ ദൈവം എവിടെ പാർപ്പിച്ചേ? ഒരു 2 വീലറിന് വേണ്ടി കരഞ്ഞ് നിനക്ക് ദൈവം തന്ന നന്മ എത്ര? പക്ഷേ ദൈവത്തിന് ഉയർത്തുമ്പോഴും തന്നതിലല്ല, ദാനത്തിലല്ല, ദാതാവിൽ ആശ്രയം വെച്ചോണം. ഡിവൈൻ ബ്ലെസ്സിങ്, സമയമില്ല. 2 ഡിവൈൻ പ്രൊട്ടക്ഷൻ, 3 ഡിവൈൻ പ്രസൻസ്, 4 ഡിവൈൻ പ്രോമിസ്. ഇതെല്ലാം കഴിഞ്ഞ് ഉറക്കം ഉണർന്നു. യാക്കോബ് പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരുന്നാൽ, നീ എന്നെ സൂക്ഷിച്ചാൽ, നീ എന്നെ മടക്കി വരുത്തിയാൽ ഞാൻ ഇവിടെ ആലയം പണിയും. എന്നിട്ട് യാക്കോബ് ഒരു പോക്ക് പോയി. ദൈവം ഓൾറെഡി പറഞ്ഞു സൂക്ഷിക്കാം, കാക്കാം. അവൻ പറഞ്ഞു, ഞാൻ കാത്താൽ. നമ്മളെപ്പോഴും അങ്ങനെ, ഇത് ചെയ്താൽ, അത് കിട്ടിയാൽ, അങ്ങനെ ചെയ്താൽ. പക്ഷേ ഒരു ബയ്യോവൈദ്യൻ പറയണ്ടേ, അത്തിവൃക്ഷം തളർത്തില്ലേലും, മുന്തിരിവള്ളിയിൽ ഫലമില്ലെങ്കിലും, ഗോശാലയെ കന്നുകാലി ഇല്ലെങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. ഇതൊക്കെ തന്നാ നീ എൻ്റെ ദൈവമെന്നല്ല, ഇതൊന്നും ഇല്ലേലും നീ എൻ്റെ ദൈവമാ. യാക്കോബ് പോയി. എത്ര വർഷം വന്നറിയാമോ? 20 വർഷം. ആലയം പണിതില്ല, ദശാംശം കൊടുത്തില്ല, ദൈവത്തെ വിളിച്ചുമില്ല. പക്ഷെ ദൈവം സൂക്ഷിക്കാതിരുന്നില്ല, ദൈവം അനുഗ്രഹിക്കാതിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 30:30, ഞാൻ വരും മുമ്പ് നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും ദൈവം നിന്നെ അനുഗ്രഹിച്ചു. മനസ്സിലാകുന്നില്ലേ? യാക്കോബേ, നീ അവിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ലാബാൻ പിടിക്കാൻ വന്നവൻ പറഞ്ഞു, നീ അവനെ തൊട്ടു പോകരുത്. ലാബാൻ പറഞ്ഞു, ഗുണമെങ്കിലും ദോഷവും ചെയ്യാൻ എൻ്റെ ഈ ശക്തിയുണ്ട്, പക്ഷെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം പറഞ്ഞു തൊട്ടു പോകരുതെന്ന്. സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കും, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കും, മടക്കി വരുത്തുമെന്ന് പറഞ്ഞാൽ മടക്കി വരുത്തും. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷയ്ക്ക് മസ്കറ്റ്, ഞാൻ പലയിടത്തും പറയാറുണ്ട്, കഴിഞ്ഞ 2001 ശുശ്രൂഷ കഴിഞ്ഞ് ഈ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ, ചെക്കിങ് കഴിഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഒരു മലയാളി ഇതേ സമയത്ത് ഇതേ ഫ്ലൈറ്റിൽ ചെക്കിങ് ചെയ്ത് ബോർഡിംഗ് പാസും വാങ്ങിച്ച് അവിടെ ഇരിക്കുമ്പോൾ ആ സോഫയിൽ മറിഞ്ഞു വീണ് മരിച്ചു. 18 വർഷം നാട്ടിൽ പോകാൻ കഴിയാതെ ഏതോ ഇതിൽ കുടുങ്ങി, പാസ്പോർട്ടും പോയി, എല്ലാം പോയി ഇവിടെ കിടന്നു. ആരൊക്കെയോ ചേർന്നെല്ലാം സഹായം ചെയ്തു. 18 വർഷത്തിന് ശേഷം എല്ലാം റെഡിയാക്കി, ആളുകൾ സുഹൃത്തുക്കൾ വന്ന് കയ്യും കൊടുത്ത് ബോർഡിംഗ് പാസും വാങ്ങി ഫ്ലൈറ്റിലോട്ട് കയറാൻ നോക്കിയിരുന്ന നിമിഷത്തിൽ അവിടെ കാർഡിയാക് അറസ്റ്റ് വന്ന് അവിടെ വീണെന്ന്. നീ എത്ര വട്ടം പോവുകയും വരികയും ചെയ്തു? ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനായി, ദൈവിക പ്രൊട്ടക്ഷനായി സ്തോത്രം. യാക്കോബിനോട് ദൈവം പറഞ്ഞതെല്ലാം നിവർത്തിച്ചു. ഞാൻ പറഞ്ഞ്, നാം അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനാ. നമുക്ക് തോന്നും നീ ഉപവസിക്കുന്നില്ല, നീ പ്രാർത്ഥിച്ചില്ല, നീ കരഞ്ഞില്ല, നീ ദശാംശം കൊടുത്തില്ല, എന്നിട്ടും കുഴപ്പമില്ലെന്നോ ചിന്തിക്കരുത്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ഒരു വാക്യം വായിച്ച് പുസ്തകം അടച്ചുകൊള്ളൂ, കർത്താവിൻ്റെ മേശയുണ്ടല്ലോ. ഒരു വാക്യം വായിച്ച് സ്വത്രം സ്വത്രം ആവർത്തന പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാട്ട്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യം. ആവർത്തനം 23-ന്റെ-21. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കും. നേരാതിരിക്കുന്നത് പാപം ആകയില്ല. നിന്റെ നാവിന്മേൽ നിന്ന് വീണ നിവർത്തിക്കുകയും വായ് കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം. ദൈവത്തോട് നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മറന്നാലും ദൈവം മറക്കാത്തവരാ. മടങ്ങി വരണം. എവിടൊക്കെ തെറ്റിപ്പോയി? ആഴ്ച ഒരു ദിവസം ഉപവസിക്കാൻ കഴിയുന്നോ? ഒരാളോടെങ്കിലും കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ കഴിയുന്നോ? ലഭിക്കുന്ന എല്ലാത്തിലും ദശാംശം കൊടുക്കാൻ കഴിയുന്നോ? എവിടൊക്കെയാണ് വീഴ്ച പറ്റിയത്? എന്നിട്ടും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും ദൈവം കാത്തുകൊണ്ടേയിരിക്കുന്നു. എനിക്കറിയാവുന്നൊരു സുവിശേഷകൻ, ഒരു മിഷൻ ലീഡറാണ് അദ്ദേഹം വളരെ സാധുവായൊരു വീട്ടിൽ ജനിച്ചു വളർന്നു. വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ കനാൽക്കരയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു.
കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദൈവത്തോട് കരഞ്ഞു, ദൈവമേ എൻ്റെ അവസ്ഥ മാറ്റണം, ഒരു 10 വർഷം എനിക്ക് തരിക, ഞാൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം, അതിനുശേഷം ഞാൻ പൂർണ്ണസമയ സുവിശേഷകനായി മാറും, സുവിശേഷകയിലേക്ക് ഇറങ്ങും. ദൈവം അതിൻ്റെ കാര്യത്തിന് കേട്ടു. എനിക്കറിയാവുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയാം, അദ്ദേഹം വളരെ ഫേമസ് ആണ്. അദ്ദേഹം പോയി മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സൗദി അരംകോം കമ്പനിയിൽ ഉന്നതമായൊരു സ്ഥാനത്ത് കറങ്ങുന്ന കസേരയിൽ വലിയ ഓഫീസിൽ അദ്ദേഹത്തെ ഉയർത്തി. 10 വർഷം കഴിഞ്ഞു, 11 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു. ഉയർച്ചകളുടെ പടവുകൾ കയറിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞതും മറന്നുപോയി. ഒരു ദിവസം ആ കസേരയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. വാ കൂടി, നാക്ക് തളർന്നു, ഒരു വശം തളർന്നു. പ്രിയപ്പെട്ട ഒരു പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാ സംവിധാനങ്ങളോട് നിങ്ങൾക്കറിയാം, ഞാനും അവിടെയും അതിനകത്തും കയറിയിട്ടുണ്ട്. സ്തോത്രം. 3 മാസം കൊണ്ട് ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയിൽ, ഒത്തിരി പ്രായമൊന്നുമില്ല, ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാനെവിടെയാണ് തെറ്റിപ്പോയത്, ഈ വിധം ഞാനാകാൻ കാര്യമെന്താണ്? ഒരു സ്ക്രീനിൽ എന്ന പോലെ ദൈവം കാണിച്ചു കൊടുത്തു. പണ്ടത്തെ കൊച്ചുകുടിൽ, ഇപ്പോഴത്തെ വലിയ കൊട്ടാരം. പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കനാലിൻ്റെ കരയിൽ പോയിരുന്ന് കരഞ്ഞ ദിനങ്ങൾ, ദൈവത്തോട് ചെയ്ത തീരുമാനങ്ങൾ എല്ലാം കാണിച്ചിട്ട് തമ്പുരാൻ ചോദിച്ചു, മോനെ നീ എന്നോട് ചോദിച്ച 10 വർഷമാണ്, ഞാൻ നിനക്ക് 20 വർഷം തന്നു. നീ ചോദിച്ചതും ചോദിക്കാത്തതും ഞാൻ നിനക്ക് നൽകി. നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എവിടെയാണ്? ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവ് എനിക്കൊന്നും വേണ്ട, എൻ്റെ കൈ ചലിക്കാനൊരു ബലം തന്നാൽ ഞാനിവിടെ കിടന്ന് റിസൈൻ ലെറ്റർ എഴുതും. നിങ്ങൾക്ക് അതിശയമായി തോന്നാം. ആ വെളുപ്പിനെ ദൈവകരം ആ റൂമിൽ ഇറങ്ങിച്ചെന്നു. അതുവരെ ചലനമറ്റ് കിടന്ന കൈ ചലിച്ചു. നാവ് സംസാരിപ്പാൻ തുടങ്ങി. നേഴ്സിനെ വിളിച്ചു തുടങ്ങി. പെട്ടെന്നൊരു പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കിടന്ന് റിസൈൻ ലെറ്റർ എഴുതുക. ആളുകൾ വെച്ച് പ്രാന്താന്ന്. 3 മാസം കൊണ്ട് തളർന്ന് കിടക്കുകയല്ലേ. അതും പറഞ്ഞു, നോ പ്രാന്ത്. 3 മാസം അവിടെ കിടന്നവനെ അടുത്ത ദിവസം കർത്താവ് ചാടി എഴുന്നേൽപ്പിച്ചു. ഇതാണ് ദൈവപ്രവൃത്തി. ഇതാണ് ദൈവപ്രവൃത്തി. നീ ദൈവത്തോട് ചെയ്ത തീരുമാനം നീ മറന്നാലും ദൈവം മറക്കില്ല. നമുക്കെല്ലാം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക. ദൈവത്തോട് പറഞ്ഞ തീരുമാനങ്ങൾ എത്രയെല്ലാം പോയി, ചെയ്യാൻ കഴിഞ്ഞു. സ്തോത്രം. കർത്താവിനോട് ക്ഷമിക്കണേ, കർത്താവിനോട് ക്ഷമിക്കണേ. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. കർത്താവിനോട് ക്ഷമിക്കണേ. ഞാനെവിടെ തെറ്റിപ്പോയെന്നെ അറിയിക്കണമേ. ദൈവസ്ഥലെടുത്ത ഏതെങ്കിലും തീരുമാനങ്ങൾ പാലിക്കാതെ പോയെങ്കിൽ അവ പാലിപ്പാൻ ഈ കൃപ തരണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ട്. യെസ് ലോർഡ്. കർത്താവെ എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ തലമുറയെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഒഴിവ് നന്മയില്ല. അവിടുത്തെ വഴി വിട്ടു പോയെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കൈകൾ ഉയർത്തിപ്പിടിക്കൂ. സമർപ്പിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിക്കൂ. മുറ്റു ഞാൻ താരുന്നീതാ സേകം ദേ സമസ്തം രക്ഷിക്കാം എന്നെ. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ശാരടാ എൻ കർത്താവേ വാഴ്ത്തപ്പെട്ടകുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാം എന്നെ. താഴ്മയായി കുമ്പിടുന്നു കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളിവിടെ തെറ്റിപ്പോയെന്ന് ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങളിവിടെ മടങ്ങി വരണമെന്ന് ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങളുടെ തലമുറയെ നീ മടക്കി വരുത്തണമേ. ഞങ്ങളെ നീ മടക്കി വരുത്തണമേ. ഈ ദൈവം ഞങ്ങളുടെ ദൈവമാകുന്നു. ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്താൻ ശക്തൻ. ഞങ്ങൾ അവിശ്വസ്തരാണപ്പാ.
അങ്ങ് വിശ്വസ്തനായി പാർക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട് ശക്തിയോടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ഒരു നിമിഷം കൂടെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ, ഒരു നിമിഷം കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് കൊടുക്കാമല്ലോ. അത് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആമേൻ. ഒരു ദൈവിക പരിപാലനം, നാം അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്നല്ലോ. ആമേൻ. സ്തോത്രം. തുറന്ന് നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരും. ഒരു നിമിഷം നമുക്കൊരുമിച്ച് കർത്താവായ യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി